ബിഗ് ബോസ് ഹൗസിൽ ഐസ്ക്രീം നിരോധിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല, വലിയൊരു യുദ്ധം ഉണ്ടായി. അതിനുശേഷം ഐസ്ക്രീം അങ്ങോട്ട് നിരോധിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഭക്ഷണത്തിൻ്റെ പേരിലാണ് അവിടെ യുദ്ധമുണ്ടാകുന്നത്. ഓവറാക്കി ചളമാക്കി ഐസ്ക്രീമിന് വേണ്ടി വഴക്കുണ്ടാക്കി ഗബ്രി. അടിച്ച് പെരിഞ്ഞ് യമുന ആൻഡ് ശ്രീരേഖ എല്ലാ വിധത്തിലുള്ള ആ ഒരു ചാൻസും യൂസ് ചെയ്തുകൊണ്ട് നോറ മുമ്പിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ആ ഒരു ത്വര വല്ലാണ്ട് കാണിക്കുന്നുണ്ട്. ഗബ്രി ചെയ്യുന്നത് എന്തിനേയും ന്യായീകരിച്ച് വെള്ള പൂശിക്കൊണ്ട് ജാസ്മിൻ. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 10 വിത്ത് 18 കണ്ടസ്റ്റൻസ്. ബിഗ് ബോസ് ഹൗസ് അലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവിടെ വളരെ വലിയൊരു യുദ്ധം നടന്നൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ബിഗ് ബോസ് ഹൗസിൽ നിരോധിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം ഗബ്രിയുടെ ഐസ്ക്രീം എടുത്ത് കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഗബ്രി അവിടെ പവർ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഐസ്ക്രീം കേസ് എടുത്തിട്ടിട്ട് വലിയൊരു ഇഷ്യൂ ഗബ്രി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്രയ്ക്കോ തരം താഴ്ന്ന രീതിയിൽ വഴക്കുണ്ടാക്കുന്നതൊക്കെ അത് മോശമായൊരു കാര്യമാണ്. ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഗബ്രി പറയുന്നത് അറ്റ്ലീസ്റ്റ് അത് എന്നോട് ചോദിക്കാമായിരുന്നു, എൻ്റെ സാധനമല്ലേ എന്നതാണ്. അതിലൊരു പോയിന്റ് ഉണ്ട്. എങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അയാളോട് പോയിട്ട് അതെന്തിനാ കഴിച്ചേ, എന്തിനാ എടുത്തേ എന്ന് ചോദിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷനാണ് അവിടെ അപ്സരയ്ക്കും ജാൻമണിക്കും ഉണ്ടായിട്ടുള്ളത്. അവർ രണ്ടുപേരാണ് ഈ ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത്. ഈ ഐസ്ക്രീം കഴിച്ചത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി വലിയ രീതിയിൽ സീൻ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കരമായ കരച്ചിലും പിഴിച്ചിലും എല്ലാവരും, ഐസ്ക്രീം കഴിച്ചവരും ഐസ്ക്രീം എടുത്തവരും ഐസ്ക്രീമിൻ്റെ ഉടമസ്ഥൻ്റെ കൂട്ടുകാരിയും ഒക്കെ നിന്നിട്ട് വല്ലാത്ത കരച്ചിലാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു യുദ്ധം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇത്ര വലിയ യുദ്ധം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അതിനുള്ള ഒരു ചരിത്ര മുഹൂർത്തം കുറിച്ചിരിക്കുകയാണ് ഗബ്രി. പക്ഷേ ഈ ഗബ്രി പറയുന്ന ഓരോ പോയിന്റിനെയും വല്ലാതെ വെള്ളപൂശി എല്ലാവരുടെയും മുമ്പിൽ ഗബ്രിയെ വെള്ളപൂശാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ ഗെയിം എവിടെ പോയി എന്നറിയില്ല. ജാസ്മിൻ കളിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരു പിടിയില്ല. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെയാണ്. എല്ലാ ബിഗ് ബോസ് സീസണിലും ഫ്രണ്ട്ഷിപ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് കോംബോസ് ഉണ്ടായിട്ടുണ്ട്, പ്രേക്ഷകരായിട്ട് തന്നെ ഒരുപാട് കോംബോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോംബോ, ജാസ്മിൻ ഗബ്രി കോംബോ, അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് വിട്ടൊരു സാധനമാണ്. പക്ഷേ ആ ഒരു കോംബോ നെഗറ്റീവ് രീതിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ഗബ്രിയും ഗബ്രിയുടേതായ സ്റ്റാൻഡൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ലേഡീസിലെ ഏറ്റവും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ ആയിരുന്നു ആദ്യത്തെ ഒരു 4-5 ദിവസം വരെ. പക്ഷേ ഇപ്പോഴുള്ള ജാസ്മിൻ വല്ലാണ്ട് ഗബ്രിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ, ഗബ്രിക്ക് വേണ്ടി കളിക്കുന്ന പോലത്തെ ഒരു ഫീലാണുള്ളത്. ഗബ്രി തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ജാസ്മിനെ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന്. പക്ഷേ അവൾ അവിടെ സംസാരിക്കുന്നത് മൊത്തം ഗബ്രിക്ക് വേണ്ടി മാത്രമാണ്. ഈ ഒരു ഐസ്ക്രീമിൻ്റെ പേരിൽ ഈ വഴക്കുണ്ടാവുന്ന സമയത്ത് അപ്സര കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നാണ് ഗബ്രി പറയുന്നത്. അപ്സര അതിനകത്ത് ഇടപെട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് നോക്കിയതെന്ന് അപ്സര പറയുന്നു. പക്ഷേ അപ്സര അതിൽ വല്ലാണ്ട് അങ്ങോട്ട് എല്ലാ രീതിയിലും അപ്സര നന്നായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്, അതിലൊരു സംശയമില്ല. ടാസ്ക് വന്നിട്ടാണെങ്കിലും എന്ത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നല്ല രീതിക്ക് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുത്ത് കളിക്കുന്നതാണ്. ക്യാപ്റ്റൻസി നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ് അപ്സര എന്നുള്ളത് വ്യൂവേഴ്സിന് എല്ലാവർക്കും, സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അപ്സര എന്തുകൊണ്ട് ഇത്രയ്ക്ക് ഇമോഷണലായി പോയി എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇത്രയ്ക്ക് ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമൊന്നും ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത്. പക്ഷേ ആ ഒരു ടൈമിൽ ജാൻമണി പറയുന്ന ചില കാര്യങ്ങളിൽ അപ്സരയും ജാൻമണിയാണ് ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നത്. ജാൻമണിയുടെ സമാധാനിപ്പിച്ചു കൊണ്ടിട്ടാണെങ്കിൽ പോലും ഗബ്രിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു എന്നുള്ളതാണ് ഗബ്രി അവിടെ പറയുന്ന ഒരു സംഭവം. അപ്സര കാര്യങ്ങൾ വളച്ചൊടിച്ച് ഗബ്രിയുടെ മേലെ കരിവാരി പൂശുകയാണ് എന്നതാണ് പറയുന്നത്. ബാക്കി 17 പേരും ഗബ്രി പറയുന്നതിനെ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ജാസ്മിൻ മാത്രം ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈ ജാസ്മിൻ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ജാസ്മിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ജാസ്മിൻ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ജസ്റ്റ് ഫോർ ഗബ്രിക്ക് വേണ്ടിയിട്ടാണ്.
അല്ലാതെ ജാസ്മിന് വേണ്ടിയിട്ട് ജാസ്മിൻ അവിടെ ഒരു വഴക്ക് ഈ റീസെൻ്റ്ലി ഉള്ള 2-3 ദിവസമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗബ്രിയോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ കയറി ഇടപെടുക, ഗബ്രിയുടെ വാലാണെന്ന് എല്ലാവരും പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സെനാറിയോ ആണ് അവിടെ ജാസ്മിൻ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിൻ ഇടപെടുമ്പോൾ ഗബ്രിയെ ജാസ്മിൻ വഴക്ക് പറയുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്. നീ ചെയ്തത് തെറ്റാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ടെങ്കിൽ പോലും ജാസ്മിൻ ബിഗ് ബോസ് ഹൗസ്മേറ്റ്സിൻ്റെ മുമ്പിൽ ഗബ്രിയെ വല്ലാണ്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് അത് എത്തുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയായിട്ടാണ്. അവരവിടെ പ്ലേ ചെയ്യുന്ന ആ ഒരു കോംബോ വല്ലാതെ മോശമായൊരു രീതിയിൽ എല്ലാവരും ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തേക്കുള്ളൊരു ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ഇതുവരെ ആ വീട്ടിൽ ജാസ്മിൻ ഇത്രയ്ക്ക് കരഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഗബ്രിക്ക് വേണ്ടി അത്രയ്ക്ക് ജാസ്മിൻ കരഞ്ഞത് എന്തിനാണെന്ന് അറിയില്ല. അപ്സരയുടെ ആ ഒരു ക്യാപ്റ്റൻസി അപ്സര നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഈ ഒരു ഐസ്ക്രീം സിറ്റുവേഷൻ ആണെങ്കിലും ഫുഡിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായ സിറ്റുവേഷനിലാണെങ്കിലും അപ്സര ഇമോഷണലായി പോയതോടൊപ്പം നൂറ ആ ഒരു ചാൻസ് വല്ലാണ്ട് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നോറയ്ക്ക് കിട്ടുന്ന ഒരു ചാൻസും നോറ മിസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ചാൻസ് നല്ല രീതിയിൽ മുതലെടുത്ത് നോറയുടേതായുള്ള കുറേ കാര്യങ്ങൾ പറയാനായിട്ട് നോക്കുന്നുണ്ട്. ഇതോടൊപ്പം ഈ ഒരു പവർ റൂം ടാസ്കിൻ്റെ പേരിൽ ശ്രീരേഖയും യമുന റാണിയും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അടയും ചക്കരയും പോലെ ഇരുന്ന രണ്ടുപേരും തമ്മിൽ തല്ലിപ്പിരിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. തല്ലിപ്പിരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും പവർ റൂമിൽ നിന്നും പുറത്തു പോകണം, ആ ഒരു പവർ വേണ്ട എന്ന് യമുന അത് പറയുന്നത് അത്ര ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ലെങ്കിലും ശ്രീരേഖ ഇതിപ്പം 2-3 തവണയായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഇതിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്കൊരു കണ്ടസ്റ്റൻ്റായിട്ട് കളിക്കാനാണ് താല്പര്യമെന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. പക്ഷേ അവരെ പുറത്ത് വിടണം എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. മറ്റൊരാൾ കളിച്ച് കയറി അവിടെ വന്ന് ഒരാൾക്ക് റീപ്ലേസ്ഡ് ആവാം എന്നല്ലാതെ ഡയറക്റ്റായിട്ട് അയാൾക്ക് പുറത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൂടാതെ പവർ റൂമിൽ കയറി എന്നുള്ളതിൻ്റെ പേരിൽ റസ്മിനെതിരെ ഒരു നിയമലംഘനം അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായി. അതിന് വേണ്ടിയിട്ട് റസ്മിന് വേണ്ടിയിട്ടൊരു എന്ത് ശിക്ഷയാണ് കൊടുക്കുക എന്ന് പറയുമ്പം 2 ദിവസത്തേക്ക് ആ വീട് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യട്ടെ എന്നുള്ളത് യമുനയിലെ ഒരു കർക്കശക്കാരിയായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കറക്റ്റായിട്ട് അവിടെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. യമുന പറഞ്ഞത് ആ ഒരു 2 ദിവസത്തേക്ക് ഒറ്റയ്ക്ക് വീട് ക്ലീൻ ചെയ്യട്ടെ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പം റസ്മിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് അതങ്ങ് തീർക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോഴും യമുന ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ കൊടുത്തുകൊണ്ടിട്ട് ആ ഒരു ഇതിൽ ഉണ്ടായി. ആ ഒരു നിയമലംഘനം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഇനിയുള്ള എപ്പിസോഡുകളിലാണെങ്കിലും അതിനുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേരിൽ സംസാരിക്കാൻ കയറിയപ്പോഴാണ് ജാസ്മിൻ എടുക്കേണ്ടിയിരുന്നില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ സിജോയെ എടുക്കാമായിരുന്നു എന്നുള്ളൊരു കോൺവെർസേഷൻ ശ്രീരേഖ യമുനയോട് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം വരുന്നതും ആ പ്രശ്നം നല്ല രീതിക്ക് വരുന്നതും പിന്നീട് അവർ രണ്ടുപേരും തല്ലിപ്പിരിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതും.